ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിചാരിച്ച പ്രിയപ്പെട്ട മറ്റച്ഛന്മാർ, സമർപ്പിതർ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളിന്ന് നമ്മളുടെ ഈ മനോഹരമായ ദേവാലയത്തിൽ നമ്മളുടെ രൂപതയ്ക്ക് വേണ്ടി ഒരു ശുമാച്ഛന് കർത്താവിൻ്റെ തിരുപ്പട്ടം നൽകി തിരഞ്ഞെടുക്കുകയാണല്ലോ. മേവിട ഈ നാളുകളിലൊക്കെ ഈ തിരുപ്പട്ടത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ഒരുക്കവും ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളുമൊക്കെ ഈ ദിവസത്തിൻ്റെ എല്ലാവിധത്തിലുമുള്ള കൂടിവരവിന് സഹായിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജോർജ് ഹെൻറി തെക്കേ ചൂരനോലി പ്രാർത്ഥിച്ച് ഒരുങ്ങി വടവാതൂർ സെമിനാരിയിൽ വൈദിക പരിശീലനം നേടി ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടത്തിലാണ്. മാതാപിതാക്കൾ മാത്യുവും വത്സമയും അവരുടെ പ്രാർത്ഥനകളും 10-12 വർഷങ്ങളിലെ കാത്തിരിപ്പുമെല്ലാം ഈ ദിവസത്തെ മൂടി പിടിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളായ ബിബീന, മെറിയ ഇവിടെ ഉണ്ട്, മറ്റ് ബന്ധുമിത്രാദികളുമെല്ലാം. ശുമാച്ഛൻ ഇതിനോടകം നമ്മളുടെ സെൻറ് തോമസ് കോളേജിൽ നിന്ന് BSc കെമിസ്ട്രി ഡിഗ്രിയും കരസ്ഥമാക്കിയ ആളാണ്. പരിശീലന കാലത്തിൽ വളരെ നല്ല തീക്ഷ്ണതയോടുകൂടി എല്ലാ മേഖലകളിലും വ്യാപരിക്കുന്നതായിട്ട് ബഹുമാനപ്പെട്ട റെക്ടറച്ചനും, അതുപോലെ ഒരു വർഷം എൻ്റെ കൂട്ടത്തിൽ 20 കേന്ദ്രത്തിലായിരുന്നപ്പോഴും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛനെ നല്ലവണ്ണം അറിയാവുന്ന ആളാണ്. ആർച്ചഡീക്കന്മാരിൽ ഒരാളായ നമ്മളുടെ ആൻഡ്രൂസ് മെക്കാട്ട് കുന്നേലച്ഛന്, മറ്റ് സന്തോഷച്ചനാണ് രണ്ടാമത്തെ അർക്കദിയോക്കാനായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ശുമാച്ഛൻ എല്ലാ കാര്യങ്ങളിലും തീഷ്ണതയോടുകൂടി ഇടപെട്ടു. മേലധികാരികളുടെ വിലയിരുത്തലുകൾ അദ്ദേഹത്തെക്കുറിച്ചുള്ളത് നല്ല വാക്കുകളാണ്. സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ നല്ല താല്പര്യമുണ്ട്. വളരെ സിൻസിയറായിട്ടുള്ള വ്യക്തിയാണ്. കഠിനാധ്വാനം ചെയ്യുന്ന ശുമാച്ഛനാണ്. പഠനകാര്യങ്ങളിൽ വളരെ സമർത്ഥനാണ്. സെമിനാരിയിൽ വളരെ ഉന്നത നിലവാരമുള്ള മാർക്ക് കരസ്ഥമാക്കിയ ശുമാച്ഛനാണ് നമ്മളുടെ ഹെൻറി. വായനയും പഠനവും പ്രാർത്ഥനയും വൈദിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് നമ്മൾ തിരിച്ച് അറിയണമല്ലോ. ഇന്നത്തെ അഭിഷേക പ്രാർത്ഥനയിൽ നമ്മൾ കേട്ടു, വിശുദ്ധിയുടെ മഹാപുരോഹിതനായ ഈശോയെ, നിന്റെ ആഗമനത്തോടെ സാദൃശ്യങ്ങളും ഉപമകളും ഇല്ലാതായി പഴയ നിയമ ശുശ്രൂഷ ചെയ്തിരുന്ന അഹറോൻ വംശത്തിൻ്റെ പൗരോഹിത്യം അവസാനിച്ചു. ദീർഘമായ നൂറ്റാണ്ടുകളിലെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഒരു സ്റ്റോപ്പ് കൊടുക്കുകയാണ് അവിടെ. അത് വലിയൊരു മുന്നേറ്റമാണ് അവിടെ നടക്കുന്നത്. പാപങ്ങളും കടങ്ങളും മോചിക്കുന്ന നിന്റെ ആധ്യാത്മിക പൗരോഹിത്യം ആരംഭിക്കുകയും ചെയ്തു.
അതാണ് നമ്മൾ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചത്. പാപങ്ങളും കടങ്ങളും മോചിക്കുന്ന നിന്റെ ആധ്യാത്മിക പൗരോഹിത്യം ആരംഭിക്കുകയും ചെയ്തു. പാപമോചനം നൽകാൻ അധികാരം ഇല്ലാതിരുന്ന അഹറോന്റെ ക്രമത്തിലുള്ള വലിയൊരു വളർച്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പൗരോഹിത്യത്തിൻ്റെ അർത്ഥതലങ്ങൾ തന്നെ പാടെ മാറ്റി എഴുതുകയാണ്. ഈശോ കടങ്ങളും പാപങ്ങളും മോചിക്കുന്ന പുതിയ നിയമ പൗരോഹിത്യമാണ് കൊണ്ടുവന്നത്. അങ്ങനെ ജീവനുള്ള ജീവദായകമായ പാപങ്ങൾ മോചിക്കുന്ന ആ പൗരോഹിത്യത്തിലേക്കാണ് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുക്കി ശമാശനെ അഭിഷേകം ചെയ്യുന്നത്. ആശീർവാദം നൽകുമ്പോഴും പാപമോചനം നൽകുമ്പോഴും ഈശോയുടെ പുരോഹിതൻ നമ്മളുടെ മുമ്പിൽ കോറിയിടുന്ന ശ്ലീവായുടെ ആശീർവാദം വിശ്വാസികളുടെ ഹൃദയത്തിലാണ് ഏറ്റുവാങ്ങപ്പെടുന്നത്. വെറുതെ നമ്മൾ പറയുന്ന കാര്യമല്ല. ആ ആശീർവാദങ്ങൾ ഓരോ വ്യക്തിയും അവൻ്റെ ഹൃദയത്തിൽ എടുക്കുമ്പോഴാണ് ഈശോയുടെ കൃപ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഓരോ പ്രാർത്ഥനയിലും ഹുത്താമ പ്രാർത്ഥനയിൽ കാർമ്മികൻ ആശീർവദിക്കുമ്പോൾ ഈശോയാണ് ആ ആശീർവാദം നൽകുന്നത് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ് തിരുപ്പട്ട ശുശ്രൂഷകളിൽ പ്രത്യേകിച്ചൊരു ശമാശനെ പുരോഹിതനാക്കി മാറ്റുന്ന പ്രാർത്ഥനകളിൽ ഉള്ളത്. ദേവാലയ കുദാശയുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളിൽ പലരും അതിൽ പങ്കെടുത്തതും ആ പ്രാർത്ഥന കേട്ട് ധ്യാനിച്ചവരുമാണ്. ഇന്നത്തെ സുവിശേഷം വലിയൊരു വെല്ലുവിളി കർത്താവിനെ കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റുവാങ്ങുന്നുണ്ട്. വലിയൊരു നിയമജ്ഞൻ ഈശോയുടെ അടുക്കൽ വന്ന് ഞാൻ കൂട്ടത്തിൽ വരാം, റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈശോ വലിയ താല്പര്യം കാണിച്ചില്ല. തൽക്കാലം എനിക്ക് സ്പേസ് ഇല്ല, അതുകൊണ്ട് മാറി നീക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ടുള്ളൊരു ഉത്തരമാണല്ലോ കൊടുത്തത്. മറ്റൊരാൾ വന്ന് ഞാൻ നാളെ വരാം, എൻ്റെ അപ്പനെ ഒന്ന് അടക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കർക്കശമായ ഭാഷയിൽ പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിച്ചുകൊള്ളും. പ്രത്യക്ഷത്തിൽ നമുക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാവുന്ന തിരുവചനമല്ല അത്. മഹാപണ്ഡിതനായ ഒറിജിൻ അതേക്കുറിച്ച് പറഞ്ഞു, ദിസ് ഈസ് ആൻ ഇൻഹ്യൂമൻ ആക്ട്. ഈശോ പറഞ്ഞ ഈ വാക്യം ഇൻഹ്യൂമനായിട്ടുള്ള ഒന്നാണ് എന്ന് ഒറിജിൻ നടത്തിയ വ്യാഖ്യാനം അന്ന് വ്യത്യസ്ത തലങ്ങളിലുള്ള വിമർശനങ്ങൾക്കും ഒപ്പം സ്വീകാര്യതയ്ക്കും അത് വഴി തുറന്നു. മനുഷ്യത്വമില്ലാത്ത കാര്യമാണല്ലോ അങ്ങനെ പറയുന്നത് എന്ന് മാത്രമേ അദ്ദേഹം പ്രത്യക്ഷത്തിൽ അതേക്കുറിച്ച് കമൻ്റ് പറഞ്ഞുള്ളൂ. പിന്നീട് അദ്ദേഹം അതിനൊരു വ്യാഖ്യാനം കൊടുത്തപ്പോൾ പറയുണ്ടായി, മെനി ആർ ഓൾറെഡി ബിസി ബെറിയിങ് ദ ഡെഡ്. വേറെ ജോലിയൊന്നും ക്രമബദ്ധമായ രീതിയിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തതുപോലെ ഒരുപാട് ആളുകൾ ബെറിയിങ് ദ ഡെഡ്, മരിച്ചവരെ അടക്കുക എന്നുള്ള ആ കാര്യങ്ങളുമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ടോൺ ഡൗൺ ചെയ്തു. നമുക്ക് സുവിശേഷത്തിലറിയാം,
ഈശോ പലപ്പോഴും വളരെ റാഡിക്കലായിട്ടുള്ള പ്രയോഗശൈലികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആ സന്ദേശത്തിൻ്റെ ഗൗരവം കാണിക്കാൻ വേണ്ടിയാണ്. വളരെ ഗൗരവബുദ്ധിയോടുകൂടെ എടുക്കേണ്ട തീരുമാനങ്ങളിൽ ഈശോ കർക്കശത്തിൻ്റെ റാഡിക്കാലിറ്റിയുടെ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അൺകോംപ്രമൈസിങ് ആയിട്ടുള്ള നിലപാടാണല്ലോ അവിടെ ബാഹ്യമായിട്ടെങ്കിലും നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് കോംപ്രമൈസസിലേക്കും ഓപ്ഷൻസിലേക്കും നിലപാടുകളില്ലായ്മയിലേക്കുമെല്ലാം പോകുമ്പോൾ ഇത് വളരെ കട്ടിയായിട്ട് മാതാപിതാക്കളെ ആക്ഷേപിക്കുകയാണല്ലോ എന്ന് തുടങ്ങിയ ചിന്തകൾ ഉണ്ടാകാം. കർത്താവ് അവിടെ ആഗ്രഹിച്ചത് പ്രൊവൊക്കേഷണലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വളരെ നിർബന്ധമായ രീതിയിൽ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പൂർണ്ണത, ക്ലാരിറ്റി, ദിവ്യരാജ്യത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവനുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം, അതിനെക്കുറിച്ചാണ് കർത്താവ് അവിടെ സംസാരിച്ചത്. അവിടെ ഈശോ ഉദ്ദേശിച്ച കാര്യം വലിയ വില കൊടുത്താലേ ഉന്നതമായ മൂല്യങ്ങൾ നമുക്ക് കണ്ടെത്താനും ആ മൂല്യങ്ങളോടുകൂടി ജീവിക്കാനും സാധിക്കുകയുള്ളൂ. ലോകത്തോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പൗരോഹിത്യം സ്വീകരിക്കാൻ അത്ര എളുപ്പമല്ല. പൗരോഹിത്യത്തിൻ്റെ മൂല്യം അറിയാത്തവരുടെ മുമ്പിൽ അത് മുത്തുകൾ സ്വീകരിക്കാൻ ഒന്നും അറിയാൻ പറ്റാത്തവരുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുന്നത് പോലെയാണ്. അതവർ ചവിട്ടും, കൊടുക്കുന്നവനെ ചിലപ്പോൾ ആക്രമിക്കുകയും ചെയ്യും എന്നാണല്ലോ തിരുവചനം. അതുകൊണ്ട് കർത്താവ് ഇവിടെ എടുത്ത തീരുമാനം ഒരു പ്രൈമസി കൊടുക്കേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ ചഞ്ചലചിത്തരാകരുത്, പല ഓപ്ഷൻസിലേക്ക് പോകരുത്. നാളെയാകട്ടെ, ഒരാഴ്ച കഴിയട്ടെ, ഞാൻ പലരോടും ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, അതൊന്നും കർത്താവിൻ്റെ അടുക്കൽ നടക്കുകയില്ല. നീ ഇപ്പോൾ എന്നെ അനുഗമിക്കുക എന്നാണ് ഈശോ അവനോട് പറഞ്ഞത്. ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിൽ നിൽക്കുന്ന ആ മനുഷ്യനോടാണ് കർത്താവ് പറഞ്ഞത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരവസരത്തിൽ ഈശോ പറഞ്ഞല്ലോ, പോയി വിറ്റ് മടങ്ങി വരുമ്പോൾ മാത്രമേ നിനക്ക് എന്നോട് പങ്കുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ നിനക്ക് ജീവിക്കാനൊക്കെയുള്ളൂ. പൗലോസ് എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. നമുക്ക് ഈശോയുടെ വിളി കേൾക്കാതിരിക്കാൻ, തടസ്സപ്പെടുത്താൻ നിരവധിയായ കാര്യങ്ങളുണ്ടാകും. പക്ഷേ നമ്മളതിനെ പിന്തള്ളിക്കൊണ്ട് തീരുമാനമെടുത്താലേ കർത്താവിൻ്റെ സുവിശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഈ തിരുവചനത്തെ വ്യാഖ്യാനിച്ച പ്രസിദ്ധനായ വേദശാസ്ത്രി ആൽബർട്ട് മെല്ലോ പറഞ്ഞു, വി മസ്റ്റ് വറി about not being dead rather than worrying about burying the dead. അദ്ദേഹം ഇതിന് സുന്ദരമായൊരു വ്യാഖ്യാനമാണല്ലോ കൊടുത്തത്. വി മസ്റ്റ് വറി എബൌട്ട് നോട്ട് ബീങ് ഡെഡ്. മരിച്ചവരെ പോലെ ആകാതിരിക്കാൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. rather than worrying about burying the dead. മരിച്ചവരെ അടക്കാനുള്ള ആ ഒരു വലിയ വ്യഗ്രത കാണിക്കുന്നതിനേക്കാൾ ഈശോ പറഞ്ഞ ആ തിരുവചനത്തിൻ്റെ അകപ്പൊരുളിൻ്റെ ഒരു മാനമാണ് ആൽബർട്ട് മെല്ലോ എടുത്തു കാണിച്ചത് നമ്മൾ തിരിച്ചറിയണം. തോമസ് അക്വീനാസ്
അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി, ഭൗതിക വസ്തുക്കൾ വാങ്ങിക്കൂട്ടി മനസ്സ് മരവിപ്പിച്ച് കളയുന്ന, മരിച്ചവരെ പോലെയാക്കുന്ന നിരവധി ക്രൈസ്തവരുണ്ട്. ഇനി വാങ്ങിച്ചു കൂട്ടാത്തവരോ വാങ്ങാൻ പറ്റാതെ പോയതിനെ ഓർത്ത് മനസ്സ് വീണ്ടും കല്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു മരണമാണല്ലോ. മേടിച്ചു കൂട്ടിയ സാധനങ്ങളെ ഓർത്ത് അത് ചിന്തിച്ച് അതിൻ്റെ നിറം, അതിൻ്റെ കൗതുകം ഒക്കെ നോക്കിയിരിക്കുകയാണ്. മറ്റൊരു കൂട്ടർ വാങ്ങിക്കാൻ പറ്റാതെ പോയ നിരവധിയായ കാര്യങ്ങളെ ഓർത്ത് ചിന്തിച്ച് വിഷമിക്കുകയാണ്. അതുകൊണ്ട് ജീവനുള്ളവരെ പോലെ നമ്മൾ പെരുമാറണം. റാഡിക്കലായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ അത് മനസ്സാക്ഷിയുടെ സ്വരത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കണം. അവിടെയാണ് നമുക്ക് സത്യസന്ധമായ രീതിയിൽ വ്യാപരിക്കാൻ പറ്റുന്നത്. വെളിപാട് 5:6 അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മധ്യേ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നതായി ഞാൻ കണ്ടു. വലിയ ദേവാലയത്തിൽ അവിടെ 4 ജീവികൾ, അതിൻ്റെ നടുവിൽ കൊല്ലപ്പെട്ടതായിട്ട് തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നതായി കണ്ടു. കൊല്ലപ്പെട്ട ആരും നിൽക്കുകയല്ലോ. മരിച്ച മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയില്ല. ആടിനെ കൊന്നിട്ട് അത് എഴുന്നേറ്റ് നിൽക്കുകയില്ല. കൊല്ലപ്പെട്ടതായി തോന്നുന്ന കുഞ്ഞാട് നിൽക്കുന്നതായി കണ്ടു. അത് ഈശോയിലേക്കുള്ള സൂചനയാണ്. നിരവധിയായ പീഡനങ്ങൾ ഏറ്റപ്പോഴും ഈശോ ഒരിക്കലും മരിച്ച് മൺമറഞ്ഞ് പോകുന്നില്ല. കർത്താവാണ് ആ ചുരുളുകൾ തുറക്കുന്നത്. ആ ചുരുളുകൾ ദൈവവചനമാണ്. ആ ദൈവവചനത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് ഓരോ വൈദികനും കൊടുക്കേണ്ടത്. സ്ക്രോളുകൾ തുറക്കേണ്ടവനാണ്. ദൈവവചനം തുറന്ന് അതിലുള്ള ജീവദായകമായ വചനം വ്യാഖ്യാനിക്കേണ്ടവനാണ്. വേദശാസ്ത്രികൾ പറഞ്ഞിട്ടുണ്ട്, വെറുതെ വായിച്ചാൽ പോരാ, അവിടെ എഴുതിയിരിക്കുന്ന തിരുവചനത്തെക്കുറിച്ച്, അവിടെ എഴുതപ്പെടാത്ത കാര്യങ്ങൾ, എന്നാൽ എഴുതിയതിൽ നിന്ന് വഴി മാറിപ്പോകാതെ വിശദീകരിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അപ്പോഴാണ് ദൈവവചനത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നവരാകുന്നത്. ഒരു ശമാശൻ തിരുവചനം കൊണ്ടും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടും രൂപീകൃതനാകേണ്ട ഒരു വ്യക്തിയാണ്. ഹെൻറി നാളെ മുതൽ ദൈവവചനം തുറന്ന് വായിച്ച് അതിൻ്റെ സമസ്ത മേഖലകളിലേക്കും കേൾവിക്കാരെ കൊണ്ടെത്തിക്കുന്ന വ്യാഖ്യാനങ്ങൾ കൊടുക്കാനായിട്ട് കഴിവുള്ളവനാകണം. അപ്പോഴാണ് നമുക്ക് സ്വീകരിക്കുന്ന തിരുപ്പട്ടത്തിൻ്റെ മഹാത്മ്യം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് ജയിലിൽ കടന്നുകൊണ്ട് തിമത്തിക്ക് എഴുതിയ ലേഖനം 1 തിമത്തി 6:8 ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. അവരാണ് മരിച്ചവരെ പോലെ ഇരിക്കുന്നത്. ധനമോഹം റോബർട്ട് മെല്ലോയുടെയും അക്വിനാസിൻ്റെയും ഒക്കെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞല്ലോ. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. അതിൽപ്പെട്ട് നമ്മൾ കുടുങ്ങി ജീവനില്ലാതെ പോവുകയാണ്. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. തിമോത്തിയോട് വീണ്ടും അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ശുശ്രൂഷകരായിരിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ളത് ഭക്ഷണവും വസ്ത്രവും മാത്രം മതി. അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. മറ്റുള്ളതിലേക്ക് പോകുമ്പോൾ മരിച്ചവരെ പോലെ നമ്മളായി പോവുകയാണ്. നമ്മളങ്ങനെയാകുമ്പോൾ നമുക്ക് ജീവൻ നഷ്ടപ്പെടും. ഒന്നിനോടും താല്പര്യം കാണുകയില്ല. എല്ലാത്തിനോടും നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ആഭിമുഖ്യമാകുമുണ്ടാകുന്നത്. അതെല്ലാം മാറ്റി കളഞ്ഞ് തീഷ്ണതയുള്ള
പുരോഹിതനായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. തിമോത്തിയോട് പൗലോസ് പറഞ്ഞ ഈ വാക്യത്തിൻ്റെ അർത്ഥവും അതുതന്നെയാണ്. ആർക്കെങ്കിലും കൈവെപ്പ് നൽകുന്നതിൽ തിടുക്കം കാണിക്കരുത്. 12.5 വർഷങ്ങൾ നോക്കിയിരുന്നിട്ടാണ് ഈ ഹെൻറിക്ക് പട്ടം കൊടുക്കുന്നത്. ആർക്കും കൈവെപ്പ് നൽകുന്നതിൽ തിടുക്കം കാണിക്കരുത്. സഭയുടെ അടിസ്ഥാനപരമായ നിലപാടതാണ്. ശുശ്രൂഷകർക്ക് വേണ്ടി പൗലോസ് തിമത്തിക്ക് വേണ്ടി ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ തിരുവചനമാണിത്. 1 തിമത്തി 5:22. എക്കാലവും നമ്മൾ സഭ അക്കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. 5ഉം 8ഉം കൊല്ലവും എല്ലാം പഠനം കഴിഞ്ഞിട്ടും 1 വർഷമെങ്കിലും രൂപതാ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതിൻ്റെയും കാരണം അതാണ്. തിടുക്കം വേണ്ട. ഇതൊക്കെ നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി എല്ലാവർക്കും ബോധ്യമുള്ളപ്പോൾ സ്വീകരിക്കേണ്ട കാര്യമാണ്. തിടുക്കത്തിൽ ചെയ്യേണ്ട കാര്യമല്ല. അത് ഈശോയെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഈശോയുടെ കൂട്ടത്തിൽ എന്നും ജീവിക്കാനുള്ള ആ ഒരു മനക്കരുത്ത് ഉള്ളവർക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ അർഹതയുള്ളൂ. കൊടുക്കുന്നവരുടെ ഉത്തരവാദിത്വവും അതാണ്. നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ, സമർപ്പിതരുടെ ജീവിതത്തിലൊക്കെയുണ്ട്. തോമസ് അക്വീനാസിനെ കുറിച്ച് ഞാനൊരിടത്ത് വായിക്കുകയുണ്ടായി. അദ്ദേഹം പല മണിക്കൂറുകൾ ഓരോ ദിവസവും സക്രാരിക്കുള്ളിൽ തല കൊണ്ട് കുത്തിക്കയറ്റി വെച്ച് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു എന്ന് ഓർത്ത് നോക്കിയേ. ഈശോയോട് കൂട്ടുകൂടാൻ വേണ്ടി ആ മഹാപണ്ഡിതൻ ചെയ്ത കാര്യമാണ്. സക്രാരിക്കുള്ളിൽ തല കൊണ്ട് വെക്കുക, നെഞ്ചോട് ചേർത്ത് പരിശുദ്ധ കുർബാന കൊണ്ട് നടക്കുക. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് സുമ്മ തിയോളജിയെ, ദ ഹയസ്റ്റ് തിയോളജി, മറ്റാരും പറയാത്ത എഴുതാത്ത ദൈവശാസ്ത്രം എഴുതാനും പറയാനുമൊക്കെ സാധിച്ചത്. സക്രാരിയോടും പരിശുദ്ധ കുർബാനയോടും ഉള്ള അടുപ്പമാണ് ഒരച്ഛനെ നിർവചിക്കുന്ന മാനദണ്ഡങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ശമാശന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹെൻറിക്ക് വേണ്ടി, ജോർജിന് വേണ്ടി. അതിമനോഹരമായ സഭയുടെ പ്രാർത്ഥനകളാണത്. നിങ്ങളും ഹൃദയത്തിൽ ആ പ്രാർത്ഥനകൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളും അഭിഷിക്തരാവുകയാണ്. അഭിഷേകം കിട്ടുന്ന പ്രാർത്ഥനകളാണ് അതെല്ലാം. മനസ്സ് തുറന്ന് അതിൽ പങ്കുചേരണം. ഇതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത പ്രിയങ്കരനായ അഗസ്റ്റിനച്ചൻ ബിയാരിസിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും വളരെ താല്പര്യത്തോടു കൂടിയുള്ള പാസ്റ്ററൽ ശുശ്രൂഷകളുമെല്ലാം നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അച്ഛൻ്റെയും സഹപ്രവർത്തകരുടെയും വൈക്കാരന്മാർ, കമ്മിറ്റിക്കാർ, സിസ്റ്റേഴ്സ് എല്ലാം ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. പ്രിയപ്പെട്ട ജോർജിൻ്റെ, ഹെൻറിയുടെ മാതാപിതാക്കളെയും മറ്റ് സഹോദരങ്ങളെയും ഞാൻ ഹൃദയത്തിലെടുക്കുന്നു. പരിശുദ്ധ അമ്മയോടും പരിശുദ്ധ അൽഫോൻസാമ്മയോടും പ്രാർത്ഥനകളെ യാചിച്ച് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു.